അവിടെ എന്താണ് പറയുന്നത്? സഭയാകുന്ന ശരീരത്തെ പ്രതി യേശു ക്രിസ്തുവിനെ കുരിശിൽ സഹിച്ചു തീർക്കേണ്ടിയിരുന്ന സഹനങ്ങളുടെ എല്ലാം പോരായ്മ ഏറ്റെടുത്ത് നിർവഹിക്കുന്നവരാണ് അവിടുത്തെ മൗലിക ശരീരത്തിലെ അംഗങ്ങളായ നമ്മൾ ഓരോരുത്തരുടെയും സഹനം അവരുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ, പരിത്യക്ത അവസ്ഥ വീണ്ടെടുക്കുമ്പോൾ, പരിത്യാഗികളായിട്ട് ജീവിക്കുമ്പോൾ, ജീവിതത്തിന്റെ ആത്മീയ മേഖലകളിൽ അവർ സഞ്ചരിക്കുമ്പോൾ യേശുവിന്റെ സഹനത്തിന്റെ പോരായ്മയാണ് പരിഹരിക്കുന്നത്. ഫിലിപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഏതാണ്ട് 2019 വിജോഹമിൽ എത്താനായിട്ട് വന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മ പോയതുകൊണ്ട് ആ കാലഘട്ടം മുതൽ വിജോഹമിലേക്ക് വന്നു. എന്നാൽ വിജോഹമിലായിരിക്കുന്നതിലും അത്യാവശ്യം സ്വന്തം കുടുംബത്തിൽ പരിചരിക്കപ്പെടുന്നതാണ് എന്നുള്ളത് കൊണ്ട് പാപ്പച്ചൻ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്നാണ് 2 വർഷത്തിലേറെ കുടുംബത്തിൽ അദ്ദേഹത്തെ പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും. കഴിഞ്ഞ 1.5 മാസക്കാലം ആശുപത്രിയിൽ കിടക്കുമ്പോഴും ഒരു ദിവസം ഇടവിടാതെ എന്നുള്ളതുപോലെ അദ്ദേഹത്തിന്റെ പരിചരണവും ശ്രദ്ധയും അദ്ദേഹത്തിൻ്റെതായ സാന്നിധ്യവും ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പാപ്പച്ചനും പറയുകയായിരുന്നു, അദ്ദേഹത്തിന് സെറ്റിയിൽ കിടന്ന് നടുവേദന പിടിച്ചുകൊണ്ട് 2 ദിവസം വീട്ടിൽ പോരാമെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അച്ഛൻ അല്പം ഓർമ്മ വരുമ്പോൾ ഈ സെറ്റിയിലേക്ക് എപ്പോഴും ആ സെറ്റിയിൽ അദ്ദേഹം എപ്പോഴും ആ സെറ്റിയിലേക്ക് എപ്പോഴും നോക്കും. ഈ നോട്ടം കണ്ടപ്പോൾ മകന് മനസ്സിലായി അപ്പച്ചനെയാണ് അന്വേഷിക്കുന്നതെന്ന്. അതുകൊണ്ട് അദ്ദേഹം ഉടനെ പാപ്പച്ചനെ വിവരമറിയിച്ചു. അദ്ദേഹം കിട്ടിയ ട്രെയിനിന് അവിടെ എത്തുകയും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഫിലിപ്പച്ചൻ ഈ ലോകയാത്ര ആരംഭിക്കുന്നത്. സഹോദരങ്ങളെ, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എൻ്റെ ഹൃദയത്തിൽ ജീവജലത്തിന്റെ അരുവികൾ ഞാൻ ഒഴുക്കുമെന്ന് പറഞ്ഞ കർത്താവ് ഇതുപോലെയുള്ള പുണ്യാത്മാക്കളിലൂടെ അല്ലാതെ ആരിലൂടെയാണ് അൾത്താരയിൽ നിന്നുകൊണ്ട് ഈ വലിയ ജീവിതത്തിന്റെ ജീവസ്രോതസ് നമ്മളിലേക്ക് ഒഴുക്കുക? ഫിലിപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ സാധിക്കും, പുഞ്ചിരിക്കാത്ത ഒരു നിമിഷം അദ്ദേഹത്തിന്റെ ചുണ്ടിലില്ല. അദ്ദേഹത്തിന്റെ വലിയ സ്നേഹ ആദരവോടുകൂടിയ സ്വീകരണം, പരിചരണം, അദ്ദേഹം ആതിഥ്യ മര്യാദയിലൊട്ടും പിന്നിലല്ലായിരുന്നു. അവിടെ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തുണ്ടെങ്കിലും വരുന്നവർക്ക് എടുത്തു കൊടുത്ത് അവരെ സൽക്കരിക്കുന്ന കാര്യത്തിലെല്ലാം ഫിലിപ്പച്ചൻ മുമ്പിലാണ്. ഈ അതിരൂപതയിലെ ഓരോ അച്ഛന്മാരോട് ഒരു പിണക്കവുമില്ലാത്ത, എല്ലാവരും മനസ്സുകൊണ്ട് ഇണങ്ങി ജീവിച്ചിരുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഫിലിപ്പച്ചൻ എന്ന് പറയുന്നത്. ഫിലിപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വന്നത്, കൊളോസ്യർക്കുള്ള ലേഖനത്തിലെ ആ സഹനം ഏറ്റെടുത്തുകൊണ്ട് യേശുവിന്റെ ബലിയിലുണ്ടായിരുന്ന സഹനത്തിന്റെ കുറവ് എല്ലാ ക്രൈസ്തവരും അതുപോലെ തന്നെയാണ് എന്നാണ് പൗലോസ്ലീഹ പറയുക. സഭയാകുന്ന ശരീരത്തെ പ്രതി യേശുവിന്റെ കുറവിൽ സഹനത്തിനുണ്ടായിരുന്ന കുറവ് പരിഹരിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതം മുഴുവൻ സമർപ്പിക്കുന്ന വിശുദ്ധാത്മാക്കളുടെ പട്ടികയിൽപ്പെട്ട വ്യക്തിയാണ് ഫിലിപ്പച്ചൻ എന്ന് പറയുന്ന വ്യക്തി. സഹോദരങ്ങളെ, ഫിലിപ്പച്ചന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് വീണ്ടും കാണുവാൻ സാധിക്കും കർത്താവ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, പിതാവിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുക. എന്റെ പിതാവിന്റെ ഭവനത്തിന് അനേക വാസനകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ പറയുമായിരുന്നോ എന്ന് പറഞ്ഞ ആ രക്ഷകൻ അല്ലെങ്കിൽ അന്ത്യവിധിയാളനായ കർത്താവ് വന്നിട്ട് ഫിലിപ്പച്ചനെയും കഴിഞ്ഞ 29-ാം തീയതി വൈകിട്ട് 11:20 കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾ ഒരുപക്ഷെ നിദ്രയിലായിരുന്നിരിക്കും. പക്ഷെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ച നിമിഷമാണ് തന്റെ ഓട്ടം പൂർത്തിയാക്കി നിത്യകിരീടം പിതാവിന്റെ ഭവനത്തിൽ നിന്ന്, പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ഏറ്റുവാങ്ങിയ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ. കർത്താവിന്റെ സന്നിധിയിൽ ഈ സഹോദര വൈദികനെ സമർപ്പിക്കുമ്പോൾ, പാപ്പനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സഹോദരനെ സമർപ്പിക്കുമ്പോൾ മറ്റു സഹോദരിമാരെല്ലാം നിത്യസൗഭാഗ്യത്തിലേക്ക് പോയി കഴിഞ്ഞു. അദ്ദേഹം മാത്രമാണ് ആ തലമുറയിൽ ജീവിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വേർപാട് ബർക്കൺസസ് സൂചിപ്പിച്ചതുപോലെ ഏത് കാലഘട്ടത്തായാലും അത് നൊമ്പരമേറിയതാണ്, അത് ജീവിതത്തിൽ നഷ്ടം അനുഭവപ്പെടുന്ന നിമിഷമാണ്. പക്ഷേ ജീവിതം ലാഭമാക്കി തന്നുകൊണ്ട്, ലാഭമാക്കി തീർത്തുകൊണ്ട് കടന്നുപോയ ഫിലിപ്പച്ചന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമുക്ക് ദുഃഖിക്കാനായിട്ട് അല്ലെങ്കിൽ നിരാശപ്പെടാനായിട്ട് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പരാതി പറയാനായിട്ടില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ബർക്കൺസസിനോട് സൂചിപ്പിച്ചതുപോലെ അച്ഛന്റെ വിശ്വാസം അനുസരിച്ച്, എന്റെ വിശ്വാസം അനുസരിച്ച്, നമ്മുടെ എല്ലാവരുടെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹം 29-ാം തീയതി സ്വർഗ്ഗഭവനത്തിൽ പ്രവേശിച്ച്
നിത്യ കിരീടം നേടി ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പൂർവികരോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആ സഹോദരിമാരോടൊപ്പം ഉണ്ടെന്നുള്ളത് നമുക്കും സന്തോഷത്തോടെ അനുസ്മരിക്കാൻ ഞാൻ ചുരുക്കുകയാണ്. നമുക്ക് ജീവിതത്തിൽ ഇത്രമാത്രം നന്മയുടെ മാതൃക, ആധ്യാത്മികതയുടേതായ ഒരു അക്ഷരത്തിൽ നിന്നുപരിയായിട്ട് ജീവിതത്തിൽ വരച്ചു കാണിച്ച് സകലരെയും മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് സകലർക്കും എന്തൊക്കെ ആകാമോ അതെല്ലാം ആയിത്തീർന്നുകൊണ്ട് ജീവിതത്തിന് വഴിയളിച്ച ഈ നല്ല മനുഷ്യന്റെ മുമ്പിൽ നമുക്ക് ജീവിതം നമ്മുടെ എല്ലാവരുടെയും ശിരസ് നമിക്കാം. ബഹുമാനപ്പെട്ട വിരിപ്പിച്ച എല്ലാവരുടെയും പേരിൽ ഞങ്ങളുടെ വേർപാടിൻ്റെതായ അനുശോചനം അറിയിക്കുന്നതോടൊപ്പം തന്നെ സ്വർഗീയ യാത്രയിൽ എന്തെങ്കിലും രീതിയിലുള്ള പോരായ്മകൾ തെറ്റുകുറ്റങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വരികളിലും ഞങ്ങളുടെ പ്രാർത്ഥനകളിലും ആവശ്യനോസ് അമ്മയ്ക്ക് കൊടുത്ത വാക്കുപോലെ ഞങ്ങളും വാക്ക് തരികയാണ്. ഞങ്ങൾ അനുസ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും സുഹൃത പ്രവർത്തനങ്ങൾ വഴി അങ്ങേക്ക് കൂടുതലായിട്ടുള്ള ദൈവസന്നിധിയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇളച്ചു കിട്ടുന്നതിനുള്ള ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ജീവിത ശുശ്രൂഷകളും ഞങ്ങൾ നിർവഹിക്കുന്നതാണെന്ന് ഒരിക്കൽ കൂടി പാപജാനും കുടുംബത്തിനും അതോടൊപ്പം തന്നെ ഈ വേർപാടിന്റെ ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാവർക്കും അനുശോചനം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസ്മരിക്കുന്നു.